അച്ഛാ അച്ഛാ അയ്യോ നമ്മുടെ തുണിയല്ലേ ഇതാരെ ചെയ്തത്? അയ്യോ എത്ര രൂപയുടെ മുതലാ കത്തി നശിക്കുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടെ കൊണ്ടുവന്ന് വെക്കരുതെന്ന്. കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇത് കാണേണ്ടി വരുമായിരുന്നു. മോളെ നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. ഇത് പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അകത്തുനിന്നാണോ ചെയ്തത്? അതാരാ അങ്ങനെ ഒരാൾ ഈ വീട്ടിലുള്ളത്? തുണി കത്തിപ്പോയി എന്ന് കരുതി എന്തൊക്കെ ഭ്രാന്താ മനോഹര നീ പറയുന്നത്? ഇവിടെ ആരും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ല. വഴക്കുകളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വെച്ച് വിൽക്കാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച ഡ്രസ് എടുത്ത് ആരെങ്കിലും കത്തിക്കോ? പിന്നെ എങ്ങനെയാടി അകത്തിരുന്ന തുണി ഇവിടെ വന്ന് കത്തുന്നേ? എടാ, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക, അവരന്വേഷിക്കട്ടെ, അപ്പൊ സത്യം പുറത്തു വരുമല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ചെയ്തതായിരിക്കും. എതിർ ഗ്രൂപ്പോ? ആ, നിങ്ങൾ തുണിക്കച്ചവടം തുടങ്ങിയാലേ ബാധിക്കാൻ സാധ്യതയുള്ളവരുണ്ടാവുമല്ലോ. എനിക്കറിയാം ഇത് ചെയ്ത ആരാണെന്ന്. ആരാ? ആ പേര് തുറന്നു പറ. എന്ത് മനോഹരൻ, നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ പറയാം മുത്തശ്ശി. ഇതേ വേറെ ആരുമല്ല, ഇത് ബാധയാണ്. ആരോ ദുർമന്ത്രവാദം ചെയ്ത് വിട്ട ബാധ. മുറിക്കാത്തിരുന്ന തുണി പുറത്ത് മുറ്റത്ത് കിടന്ന് കത്തുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ ബൈക്കിൽ നിന്ന് ഞട്ടൂര് വീണ് എന്റെ കാലിന് പരിക്ക് പറ്റി. അത് ശരിയാണല്ലോ. ഇതൊക്കെ വെറുതെ സംഭവിച്ചാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലും അല്ല. ഇത് ബാധോപദ്രവം തന്നെ. ഇത് എന്റെ ദൈവമേ, എന്നാ പരിഹാരം ചെയ്യണം പാർവതി. വേണം, പരിഹാരം ചെയ്തിരിക്കണം. നല്ലൊരു ജോത്സ്യനെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച് നോക്കണം. എന്നിട്ട് അയാൾ പറയുന്ന പരിഹാരക്രിയകൾ മുഴുവനും ചെയ്യണം. അല്ലെങ്കിലേ അപകടം ഇങ്ങനെ കൂടി വരും. ഇപ്പൊ ഈ തുണിയല്ലേ കത്തിയുള്ളൂ, നാളെ ഈ വീട് നിന്ന് കത്തും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. പാർവതി, ശരത്ത് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. സുധിയുടെ മരണം തൊട്ട് തുടങ്ങിയതല്ലേ അനർത്ഥങ്ങള്. ഇപ്പൊ ഇതുവരെ എത്തി. ഇതിവിടം കൊണ്ട് അവസാനിക്കണം, അല്ലെങ്കിൽ അപകടം. പിടിച്ചു കെട്ടേണ്ടതിനെ പിടിച്ചു കെട്ടുക തന്നെ വേണം പാർവതി. ഇനി ഒന്നും ആലോചിക്കാനില്ല. ജ്യോത്സ്യം വരട്ടെ, പ്രശ്നം വയ്ക്കട്ടെ, അതേ ഉള്ളൊരു പരിഹാരം, അതേ ഉള്ളൂ. മോളെ ഇതവനാ ചെയ്തത്. അതെ, പ്രതികാരം ചെയ്തതാ. ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നു. തല്ലി പുറത്താക്കണ്ടേ അവനെ ഇവിടുന്ന്? വരട്ടെ അച്ഛാ, എപ്പോഴല്ല അതിന്റെ സമയം. നമ്മൾ പറഞ്ഞ മുത്തശ്ശി അമ്മയെ വിശ്വസിക്കുന്നൊരു സമയം വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെയുള്ള എല്ലാ നഷ്ടങ്ങളും നമ്മൾ സഹിച്ചേ പറ്റൂ.
എന്നാലും ഇത് കുറച്ച് കൂടി പോയില്ലേ ചേച്ചി? എന്തുമാത്രം കഷ്ടപ്പെട്ട ചേച്ചി ഇതുണ്ടാക്കിയത്? അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ടല്ലേ കത്തിച്ചാമ്പലായത്. എന്റെ സുധിയേട്ടൻ പോയി. അതിലും വലുതല്ലല്ലോ ഇതൊന്നും. ഞാനിത് സഹിക്കും. പക്ഷേ ഇതിലും വലിയ തിരിച്ചടി ഞാൻ കൊടുക്കുകയും ചെയ്യും. ഇത്രയും പ്രതീക്ഷയില്ലല്ലേ? സത്യത്തില് ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ? പിന്നെ തോന്നി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നീ എന്റെ താനെ കയറി നിരങ്ങുന്നു. മര്യാദക്കെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നമുക്ക് സുഹൃത്തുക്കളാകുന്നല്ലോ. എന്നിട്ട് കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ തുണി കത്തിയതുപോലെ നീയും നിന്ന് കത്തും. ഞാൻ കത്തിക്കും. തുണി കത്തിക്കാൻ നിനക്ക് എളുപ്പം പറ്റി. പക്ഷെ അതുപോലെ ഒന്നും അല്ലട ഞാൻ. നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എനിക്കറിയായിരുന്നു. ഭീരുവാണല്ലോ നീ. അതുകൊണ്ട് തന്നെ നിന്റെ നിലവാരത്തിലുള്ള ഒരു കളി തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്റെ ഊഹം തെറ്റിയില്ല. അയ്യോ, ഇവിടെ വെച്ച് ഞാൻ നിർത്തി കളയുമെന്ന് നീ വിചാരിക്കണ്ട. ഇതൊരു സാമ്പിൾ ഡോസാ മോളെ. എന്നെ വണ്ടിയിൽ നിന്ന് വീഴ്ത്തിയതിന് ഒരു ചെറിയ സമ്മാനം. വലുത് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.